അങ്ങനെ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതിപ്പോ സംഘടനാ പ്രശ്നം എന്നതിലുപരി കുറച്ച് പെണ്ണുങ്ങൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ലക്ഷ്മി പ്രിയ വേഴ്സസ് ഉഷാൻ, അതുപോലെ തന്നെ മല്ലിക സുകുമാരൻ വേഴ്സസ് മാല പാർവതി ഫൈറ്റ്. ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ലക്ഷ്മി പ്രിയയും ഉഷയും തമ്മിലുള്ള ഫൈറ്റ് പറയാതെ വയ്യ, വമ്പ ഫൈറ്റ് ആണ് മക്കളെ. നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാം, കഴിഞ്ഞൊരു വർഷത്തോളമായി ലക്ഷ്മി പ്രിയ സിനിമാക്കാരുടെ സംഘടനയായിട്ടുള്ള അമ്മയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം ലക്ഷ്മി പ്രിയ രാജിവെച്ച് പോകുന്നത്. എന്താണ് കാരണം? ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റ് ആയ ശ്വേത മേനോൻ പ്രസിഡന്റ് ആയ സമിതിക്ക് ഒരു വർഷത്തെ കണക്കുകൾ കൃത്യമായി സംഘടനയ്ക്ക് മുമ്പാകെ ഹാജരാക്കാൻ സാധിച്ചില്ല. ഇതാണ് പ്രധാന കാരണം. പിന്നെ അതുകൂടാതെ ലക്ഷ്മി പ്രിയയും അൻസിബയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മറ്റൊരു കാരണമായി വരുന്നുണ്ട്. ആ പ്രശ്നം എന്താണെന്നുള്ളത് ഞാനായിട്ട് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ലക്ഷ്മി പ്രിയയുടെ ഫോണിലേക്ക് അൻസിബ എന്തോ മോശം മെസ്സേജ് അയച്ചു എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി പ്രിയ അൻസിബയ്ക്കെതിരെ കേസ് കൊടുക്കുകയും അത് കാരണം അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് 2 മണിക്കൂറോളം ടോർച്ചർ ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മ സംഘടനയിൽ. പക്ഷേ ശ്വേത മേനോൻ അടങ്ങുന്ന കമ്മിറ്റി അത് പ്രത്യേകിച്ച് ചെവി കൊണ്ടില്ല. അങ്ങനെ ആ പ്രശ്നം അൻസിബ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നു. അത് വൻ എസ്കലേറ്റ് ആയി മാറുന്നു. അതോടെ ലക്ഷ്മി പ്രിയ മൊത്തത്തിൽ അങ്ങ് ചീഞ്ഞ് നാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഈ ഒരു അവസരത്തിലും കൂടിയാണ് ലക്ഷ്മി പ്രിയയുടെ രാജി നടക്കുന്നത്. എന്തായാലും ഈ രാജിക്ക് പിന്നാലെ ലക്ഷ്മി പ്രിയ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിലൂടെയാണ് പുതിയ തർക്കത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. നമുക്ക് എന്തായാലും ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഞാൻ അമ്മ സംഘടനയിലെ അംഗത്വം തന്നെ രാജിവെച്ചിരിക്കുന്നു. എന്റെ രാജി മുതിർന്ന അംഗമായ ശ്രീമതി കാരടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ എന്നിവർക്ക് സമർപ്പിക്കുന്നു. ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ ശവം കാണാൻ പോലും ഒരുത്തരും വരരുത്. 60 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരുന്നാൽ എനിക്ക് ലഭിച്ചേക്കാവുന്ന പെൻഷൻ എനിക്ക് വേണ്ട, ഇൻഷുറൻസ് വേണ്ട, റീത്ത് വേണ്ട, അനുശോചനം ഒട്ടുമേ വേണ്ട. എന്നെ സ്നേഹിക്കുന്ന ഏതാനും പേരുണ്ട്. ബാക്കിയുള്ളവർ ഈ പടി കടന്നു വരരുത്. നന്ദി, ലക്ഷ്മി പ്രിയ. ഇതാണ് ലക്ഷ്മി പ്രിയന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഉള്ളത് പറയാം, ഇച്ചിരി കടന്നൊരു പോസ്റ്റ് ആയി പോയത് അല്ലെ. ഇനി അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ആനുകൂല്യങ്ങളും തനിക്ക് വേണ്ട എന്നാണ് ലക്ഷ്മി പ്രിയയോട് ആണിട്ട് പറയുന്നത് അല്ലെ. ഈ അമ്മ സംഘടനയിലുള്ള മുതിർന്ന ആളുകൾക്ക് അമ്മ സംഘടന പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഇൻഷുറൻസ് ഒക്കെ സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ തനിക്കിനെ തൊട്ട് അത്തരം ആനുകൂല്യങ്ങൾ വേണ്ട എന്ന് കട്ടൻ ഷൂട്ടായിട്ടാണ് ലക്ഷ്മി പ്രിയ ഇവിടെ പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലെ. അതുകൂടാതെ 3 ആൾക്കാരുടെ പേര് എടുത്ത് പറയുന്നുണ്ട്. ആരൊക്കെയാണത്? കാലടി ഓമന, പൊന്നമ്മ ബാബു, ഉഷ ആലപ്പുഴ. ഇവർ 3 പേരും ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരരുത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്തരം സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഭയങ്കര ഓവറാണെന്ന് പറയാതെ വയ്യ. സംഘടനക്കുള്ളിൽ നിങ്ങൾ മെമ്പേഴ്സ് തമ്മിൽ എന്ത് പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷെ അതിങ്ങനെ പേഴ്സണൽ ആക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഭയങ്കര ചീഫ് പരിപാടിയാണിത്. പിന്നെ ആദ്യമായിട്ടൊന്നുമല്ല ലക്ഷ്മി പ്രിയ ഈ സ്വഭാവം കാണിക്കുന്നത്. ലക്ഷ്മി പ്രിയയുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നാലും അത് 2% ആയി എടുക്കുന്ന ഒരു സ്വഭാവം ലക്ഷ്മി പ്രിയക്ക് ഉണ്ട്. അതിന് എത്രയോ ഉദാഹരണങ്ങൾ ഈ അടുത്ത കാലത്തായി നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒന്നാമതായി പറയാനാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ലക്ഷ്മി പ്രിയയും നീന കുറുപ്പും തമ്മിൽ തന്നെ അമ്മ സംഘടനയിൽ നടന്നൊരു പ്രശ്നം അത് പലരും അറിഞ്ഞു കാണും. അമ്മ സംഘടനയിൽ ഒരു കുടുംബ സംഗമം നടന്ന സമയത്ത് എന്തോ ലക്ഷ്മി പ്രിയന്റെ ട്രൂപ്പ് ഡാൻസ് കളിക്കുന്നതിന് മുമ്പേ തന്നെ നീന കുറുപ്പിന്റെ സംഘം കയറി ഡാൻസ് കളിച്ച് അതിന്റെ പേരിൽ ദേഷ്യം വന്ന് ലക്ഷ്മി പ്രിയ പ്രാക്കിക്കൊണ്ട് നീന കുറുപ്പിന് അയച്ച വോയിസ് മെസ്സേജുകൾ നീന കുറുപ്പ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞതെന്ന്, നീ പോയിട്ട് ചാകുമടി എന്നൊക്കെയാണെന്ന് പറഞ്ഞത് അല്ലെ. അതുകൂടാതെ ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയ ബിഗ് ബോസിൽ പോയ സമയത്ത് ഈ ബിഗ് ബോസിൽ തന്നെ മറ്റൊരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ബ്ലെസ്ലിയെ ലക്ഷ്മി പ്രിയക്ക് കണ്ണെടുത്ത കണ്ടുകൂടായിരുന്നു. അങ്ങനെ ലക്ഷ്മി പ്രിയ ബിഗ് ബോസിലെല്ലാം പോയി തിരിച്ചു വന്നു. 2 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ ബ്ലെസ്ലിയെ ഏതൊരു ഓൺലൈൻ തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയ ഒരു ഓൺലൈൻ ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂക്കിടയിൽ ലക്ഷ്മി പ്രിയ പറഞ്ഞ കാര്യം എന്താണ്? ബ്ലെസ്ലി ആളെത്ര വെടുപ്പല്ല. 2 വർഷം മുമ്പ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഒരു ആഫ്റ്റർ പാർട്ടി നടന്നപ്പോൾ അവൻ അവിടെ വെച്ച് കഞ്ചാവ് വലിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഈ പറഞ്ഞ ലക്ഷ്മി പ്രിയ സംസാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പ്രിയക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അത് അന്നേ പറയാമായിരുന്നു. പക്ഷെ ബ്ലെസ്ലി അറസ്റ്റിലായ അതേ സാഹചര്യത്തിൽ വന്ന് തന്നെ ഈ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അതെന്തോ പകയുടെ പുറത്ത് പറയാണെന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി. നമ്മൾ അന്ന് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പിന്നെ അതിനിടയ്ക്ക് നടന്ന അൻസിബാസനോട് വെച്ച് പുലർത്തിയ വ്യക്തി വൈരാഗ്യം, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ലക്ഷ്മി പ്രിയയുമായി ബന്ധപ്പെട്ട് എടുത്തെടുത്ത് പറയാൻ പറ്റും. പിന്നെ അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയ കാര്യം, ഇലക്ഷൻ വന്ന സമയത്ത് പുള്ളിക്കാരിക്ക് BJP-യിൽ മത്സരിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്ന് പുള്ളിക്കാരൻ നടത്തിയ വർഗീയ പരാമർശങ്ങൾ എന്റെ അമ്മോ അതിനെക്കുറിച്ച് പറയാത്തതാണ് നല്ലത്. പക്ഷെ എന്തോ ഭാഗ്യവശാൽ പുള്ളിക്കാരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലാത്തത് കൊണ്ട് പുള്ളിക്കാർക്ക് മത്സരിക്കാൻ അവസരം കിട്ടിയില്ല. ഇല്ലെങ്കിൽ ശശികലയെക്കാളും വലിയ വിഷയമായി ഇത് മാറിയേനെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തൊരു വിഷയവും ലക്ഷ്മി പ്രിയയുമായി ബന്ധപ്പെട്ട് നടന്നാലും ഭയങ്കര പേഴ്സണലായി എടുക്കുന്ന സ്വഭാവമാണ് ലക്ഷ്മി പ്രിയക്കുള്ളത്. ഭയങ്കര അഗ്രസീവ് ആണ് പുള്ളിക്കാരി. ഇവിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലും പുള്ളിക്കാരുടെ ആ അഗ്രസീവ്നെസ് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും ഇവിടെ 3 ആൾക്കാരുടെ പേരെടുത്ത് പറഞ്ഞ് ലക്ഷ്മി പ്രിയ പരാമർശിച്ചെങ്കിൽ കൂടിയും ഇതിലെ ഉഷ ആലപ്പുഴ വെറുതെ ഇരുന്നില്ല. ഈ ഉഷയെ അറിയാത്തവര് കുറവായിരിക്കും. പണ്ട് മമ്മൂട്ടിയുടെ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ഈ പറയുന്ന ഉഷ ആലപ്പുഴ. ഇവര് പണ്ട് ലക്ഷ്മി പ്രിയയെ പോലെ തന്നെ ഒരു മുസ്ലിം ആയിരുന്നു, പിന്നീട് ഹിന്ദു ആയിട്ട് കൺവേർട്ട് ആയതാണ്. എന്തായാലും തനിക്കെതിരെ ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ ഈ പറഞ്ഞ ഉഷ എന്ത് ചെയ്തു അറിയോ? ലക്ഷ്മി പ്രിയക്കെതിരെ തിരിച്ചും ഒരു പോസ്റ്റ് അങ്ങോട്ട് കാച്ചി. ഞാൻ വേണമെങ്കിൽ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ശ്രീമതി ലക്ഷ്മി പ്രിയ ഇന്നലെ രാത്രി എനിക്കും പൊന്നമ്മ ചേച്ചിക്കും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതിലെ മാറ്റർ തന്നെ FB-യിലും അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ശ്രീമതി ലക്ഷ്മി പ്രിയ ഒരു കാര്യം മനസ്സിലാക്കണം. ചാനലായ ചാനൽ തോറും കയറിയിരുന്ന് വായിൽ വരുന്നത് കോതക്ക് പാട്ടുന്നത് പോലെ
വർഗീയ വിഷം തുപ്പുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കാനോ അംഗീകരിക്കാനോ ഞങ്ങൾക്ക് മനസ്സില്ല. അത്രേ ഉള്ളൂ. അമ്മ സംഘടനയിൽ വർഗീയത കൊണ്ടുവരാമെന്നുള്ള വലിയ മോഹം ഞങ്ങൾ പൊളിച്ചടുക്കിയതിന്റെ ആ മോഹം പൊലിഞ്ഞു പോയതിന്റെ രോദനമായിട്ട് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നുള്ളൂ. അൻസിബ കഴിഞ്ഞ 10 മാസം അനുഭവിച്ച വിഷമങ്ങൾ, അവഗണനകൾ, അപമാനങ്ങൾ, അതിനൊക്കെ ഇന്നലെ ഞങ്ങൾ മറുപടി നൽകി. അൻസിബയുടെ നിലപാട് അതാണ് ശരി. ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിച്ചു, ഒപ്പം നിന്നു. നിങ്ങളെപ്പോലെ വർഗീയ വിഷം തുപ്പുന്നവരെ അമ്മയ്ക്കും വേണ്ട. ജനറൽ ബോർഡിൽ ഭൂരിപക്ഷം അംഗങ്ങളുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു. ഇന്റർവ്യൂകളിൽ ജനിപ്പിച്ച മാതാപിതാക്കളെയും ജനിച്ച മതത്തെയും ഖുർആനിനെയും തള്ളിപ്പറഞ്ഞ് നിങ്ങളുടെ അത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല എന്ന് ഞാൻ പറഞ്ഞതിന് എന്നെ ഒരു പ്രോഗ്രാമിന് വിളിക്കാൻ എന്റെ സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ മറ്റു സഹപ്രവർത്തകരുടെ മുന്നിൽ പബ്ലിക്കായിട്ട് നിങ്ങൾ എന്നെ ജിഹാദിയാണ് അവരെ വിളിക്കേണ്ട എന്ന് പറഞ്ഞില്ലേ? വായി തുറന്നാൽ വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണണമെന്ന് എനിക്കൊരു താല്പര്യവുമില്ല. ഇതാണ് ഉഷ ലക്ഷ്മി പ്രിയക്ക് നൽകിയ മറുപടി എന്ന് പറയുന്നത് അല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും കാര്യം അറിയാതെ പലരും ഉഷയുടെ പോസ്റ്റിന് താഴെ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് അവസാനം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, വർഗീയത വിളമ്പുന്ന നിങ്ങളുടെ ശവം കാണാൻ എനിക്കൊരു താല്പര്യവും ഇല്ല എന്നൊക്കെയുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വൻ നെഗറ്റീവായി പലരും എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് സംഭവം എന്താണ് ഏതാണെന്ന് അറിയാത്തതിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഉഷയുടെ പോസ്റ്റിലൂടെ തന്നെ ലക്ഷ്മി പ്രിയയും ഉഷയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ് അല്ലേ? പണ്ട് ലക്ഷ്മി പ്രിയ ഏതൊരു ഇന്റർവ്യൂവിൽ ചെന്നിട്ട് ഖുർആനിനെയും ജനിപ്പിച്ച അമ്മയെയും തള്ളിപ്പറഞ്ഞു. അത് ശരിയായില്ല എന്ന് ഉഷ ലക്ഷ്മി പ്രിയയോട് അഭിപ്രായപ്പെട്ടു. ഈ അഭിപ്രായപ്പെടൽ ലക്ഷ്മി പ്രിയക്ക് തീരെ അങ്ങ് പിടിച്ചില്ല. അതോടെ ലക്ഷ്മി പ്രിയ എന്താക്കി, ഉഷയെ അങ്ങ് ഒരു വർഗീയവാദിയാക്കി മാറ്റി. ആക്ച്വലി ലക്ഷ്മി പ്രിയ ഖുർആനെ തള്ളിപ്പറയുന്ന ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ് കേട്ടോ. പിന്നെ പണ്ട് കൈരളി TV കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അമ്മയ്ക്കെതിരെ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഓൺലൈൻ ചാനലിൽ ലക്ഷ്മി പ്രിയയുമായി ബന്ധപ്പെട്ടൊരു ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്രയുമായി സ്ഥിതിക്ക് ലക്ഷ്മി പ്രിയ ഖുർആനെ തള്ളിപ്പറയുന്ന ഇന്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. പിന്നെ ഞാൻ ഖുർആൻ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ പഠിച്ചിട്ടില്ല, ഖുർആൻ പഠിച്ചിട്ടേ ഇല്ല, മനസ്സിലായില്ലേ? അപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് 10 കിതാബും ഓതി തികഞ്ഞ ഒരാളാണ്. ആ അച്ഛമ്മയ്ക്ക് മലയാളം വായിക്കാനോ എഴുത്തോ വായനയോ സ്കൂളിൽ ഒന്നും ചെയ്തിട്ടില്ല. തറവാട്ടിലേക്ക് പയ്യൂരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ടിലേക്ക് ആളിനെ ഉസ്താദ് വന്നിരുന്ന് പഠിപ്പിച്ച് അങ്ങനെ 10 കിതാബ് ഓതി തികഞ്ഞ ഒരാളാണ്. എന്നിട്ട് പോലും എൻ്റെ അച്ഛൻ്റെ അമ്മ അല്ലാ, ആരാണ് ഈ ഇന്റർവ്യൂവർ? നമ്മൾ ആതിര ചേച്ചി അല്ലയോ? ഏത് ഏറ്റുമാനൂരിലെ കഴിഞ്ഞ ഇലക്ഷനിൽ NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആതിര ചേച്ചി ഇല്ലേ? ആ ചേച്ചി അല്ലേ ഇപ്പൊ ഇരിക്കുന്നത്? ചേച്ചി പണ്ട് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തായാലും കൊള്ളാം, പറ്റ ആളെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയേക്കുന്നത്. ചക്കിക്കൊത്ത് ശങ്കരൻ എന്നൊക്കെ കേട്ടില്ലേ? അതാണ് ബാക്കി കേട്ടോക്കെ. എന്തായാലും ഇത് പൂവെന്ന് വിളിക്കുന്ന എന്നെയാണ്, എന്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു പൂവെന്നാണ്. എന്നെ പിന്നെ ഒന്നും വിട്ട് പഠിപ്പിക്കേണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കുട്ടിയെ മതം എന്ന് പറയുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു കാര്യമല്ല. ഇതാണ് എൻ്റെ വിദ്യാഭ്യാസം ഇല്ലാത്ത എൻ്റെ അച്ഛൻ്റെ അമ്മ പോലും അത്രയും എന്താ പറയുക പുരോഗമന ആശയം കൊണ്ട് നടന്ന ഒരാളായതുകൊണ്ട് അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് അറബി അക്ഷരങ്ങളൊക്കെ ജിലേബി 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 എന്നാണ് തോന്നുന്നത് ഇപ്പോഴും. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഒരു ദിവസം പോലും ഒരു നോമ്പെടുത്തിട്ടില്ല. എന്താ പറയാ, ഞാൻ ആ ഒരു മുസ്ലിം ട്രഡീഷൻ അനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? എനിക്കതൊന്നും വഴങ്ങിയിട്ടുമില്ല. ഒരു കാലത്തും എനിക്കതൊന്നും പഠിക്കാൻ ശ്രമിച്ചിട്ടും അതൊന്നും വഴങ്ങിയിട്ടുമില്ല. വീട്ടിലാളെ ഇരുത്തിയൊക്കെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് വീട്ടുകാര്, പക്ഷെ എനിക്കത് വഴങ്ങിയിട്ടില്ല, മനസ്സിലായില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ ഇതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ കാസ്റ്റ് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നതും എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. തന്നെയല്ല, അതിന് എൻ്റെ ഭർത്താവ് സംഖ്യ ആയതുകൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത്, പുള്ളിയുടെ ഇനിഷ്യേറ്റീവ് ആണെന്നൊക്കെ പറയും. പക്ഷെ ജയ്ഷേട്ടന് ഞാൻ സബീനയായിട്ടിരിക്കുന്നത് തന്നെയായിരുന്നു ഇഷ്ടം. ജയ്ഷേട്ടന് ഞാൻ തലേ തട്ടമൊക്കെ ഇട്ടിരിക്കുന്നത് തന്നെ, ജയ്ഷേട്ടൻ അച്ഛനാണെങ്കിലും ഒക്കെ അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ എൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിന് മുൻകൈ എടുത്തത്. പിന്നെ ഒഫീഷ്യലിയും എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒഫീഷ്യലി എൻ്റെ പേര്, എൻ്റെ ജാതി, എൻ്റെ ഒപ്പ് എല്ലാം ഒഫീഷ്യലിയും നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് തന്നെ എല്ലാം ലീഗലി എല്ലാം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് അപ്പൊ കല്യാണത്തോട് പ്രമാണിച്ചല്ല ചേച്ചി? അതെ, തീർച്ചയായിട്ടും കല്യാണത്തിനോട് പ്രമാണിച്ചു തന്നെയാണ്. കാരണം എന്ന് വെച്ചാല് ഈ എന്താ പറയാ, എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഭയങ്കരമായ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു പഴയ വസ്ത്രം, ഞാനൊരു മുഷിഞ്ഞൊരു വസ്ത്രം, ഞാനത് മാറ്റി അവിടെ അതിട്ടു, ഞാനൊരെണ്ണം പുതിയതൊരെണ്ണം ധരിച്ചു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. എന്ന് വെച്ചിട്ട് നമ്മുടെ വസ്ത്രമല്ലേ, നമ്മൾ കൊണ്ട് കത്തിച്ച് കളയുന്നില്ലല്ലോ. ആ വസ്ത്രം നമ്മൾ കഴുകി ഉണക്കി അലമാരയിൽ എവിടെയോ അത് ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. അത്രയും ലളിതമായിട്ടാണ് എനിക്ക് കാസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നതിനെ തോന്നിയത്. അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞ് അച്ഛന്റെ പാരമ്പര്യമായിരിക്കും നമ്മളുടെ ഒരു കസ്റ്റം അനുസരിച്ച് ഫോളോ ചെയ്യുന്നതാണ് എന്റെ വിശ്വാസം. അപ്പം പാരമ്പര്യം എന്ന് പറയുന്നത് അമ്മയുടേതും ഉണ്ട് അച്ഛൻ്റെതും ഉണ്ട്. പക്ഷെ അച്ഛന്റെ പാരമ്പര്യമാണ് നമ്മൾക്കൊക്കെ നിലനിൽക്കുക. അപ്പം എന്നെ സംബന്ധിച്ച് എന്റെ കുട്ടി അച്ഛന്റെ മതത്തിൽ വളരണം, അച്ഛന്റെ ഒരു കൾച്ചർ അത് ഫോളോ ചെയ്യണം എന്നും എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതത്തിലെ വിലപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഞാൻ 18 വയസ്സാവുന്നതിന് മുമ്പേ എടുത്തിട്ടുള്ളതാണ്. ഒന്ന്, ഞാൻ ജയ്ഷേട്ടനെ കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം. രണ്ടാമത്തത് ഇങ്ങനെ കാസ്റ്റ് കൺവേർട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം. അതെ, കല്യാണത്തോടു കൂടിയാണ് മതം മാറുന്നത്. പക്ഷെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഞാൻ ആ തീരുമാനം
തരത്തിലുണ്ട് കേട്ടോ. മതം മാറുന്നതിലുള്ള ഓരോരോ ന്യായീകരണങ്ങൾ നോക്കണേ. എന്തോ ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ്. ഏത് മതത്തിൽ നിൽക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ചിലർക്ക് ജനിച്ച മതത്തിൽ നിൽക്കാനായിരിക്കും താല്പര്യം, എന്നാൽ ലക്ഷ്മിപ്രിയ പോലുള്ള ചിലർക്ക് മതം കൺവേർട്ട് ചെയ്യാനും താല്പര്യം ഉണ്ടാകും. അതൊക്കെ ഇഷ്ടം പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്നുണ്ടല്ലോ. അതെന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ ലക്ഷ്മിപ്രിയ മതം മാറിയതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു വെച്ച ചില പരാമർശങ്ങൾ. ഒന്നാമതായി, താൻ തീരെ ഖുർആൻ പഠിച്ചിട്ടില്ല, ഖുർആനിലെ അക്ഷരങ്ങൾ നോക്കുന്ന സമയത്ത് തനിക്ക് ജിലേബി ജിലേബി എന്ന പോലെയാണ് കാണുന്നത്. അതുപോലെ തന്നെ മതം മാറിയ സമയത്ത് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, ഒരു മുസ്റ്റ വസ്ത്രം മാറിയിട്ട് പുതിയൊരു വസ്ത്രം ധരിച്ച പോലെയാണ് തനിക്ക് തോന്നിയത് എന്നൊക്കെ ഇവിടെ ലക്ഷ്മിപ്രിയ പരാമർശിച്ചിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ അന്ന് വൻ രീതിയിൽ വിവാദമായി മാറിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം മതത്തിൽ നിന്നും ഹിന്ദുവിലേക്ക് പോകുമ്പോൾ മുസ്ലിം വസ്ത്രം മാറി എന്നൊക്കെ പറയുമ്പോൾ ഇസ്ലാം മതം ഒരു മുസ്ലിം വസ്ത്രമാണെന്നുള്ള രീതിയിലൊരു നെറേറ്റീവും അവിടെ വരാലോ. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലരും അന്ന് പുള്ളിക്കാരെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇതിനെ കുറിച്ച് തന്നെ ആയിരിക്കണം ഖുർആനെ തള്ളി പറഞ്ഞു എന്നുള്ള രീതിയിൽ ഉഷ ലക്ഷ്മിപ്രിയയോട് പറഞ്ഞത്. ഇനി ലക്ഷ്മിപ്രിയ ജനിപ്പിച്ച അമ്മയെ തള്ളി പറഞ്ഞു എന്നുള്ള കാര്യം ഉഷ പറഞ്ഞല്ലോ. അതുമായി ബന്ധപ്പെട്ട് കൈരളി ടിവിയിൽ ലക്ഷ്മിപ്രിയ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ചെറിയൊരു ഭാഗം നമുക്ക് കണ്ടോക്കാം. ഇപ്പൊ ലക്ഷ്മിയുടെ വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തിട്ട് എത്ര നാളായി? കുറെ 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ഫോൺ വിളിക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും വഴക്ക് പറയും, എപ്പോഴും അമ്മ ചീത്തയായിരിക്കും വിളിക്കുന്നതൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നെ ഇഷ്ടമല്ല, എന്നെ വേണ്ടാത്തവരെ ഇനി ആരാണെങ്കിലും എനിക്ക് വേണ്ടാന്ന് ഞാനും വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വളർന്നിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വലിയൊരു അറ്റാച്ച്മെന്റ് ശരിക്കും പറഞ്ഞാൽ അവരോട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതാണ് ഇന്റർവ്യൂക്കിടെ ലക്ഷ്മിപ്രിയ ജനിപ്പിച്ച അമ്മയെ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്. പക്ഷെ ഞാനിവിടെ ലക്ഷ്മിപ്രിയ ജനിപ്പിച്ച അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞതിന് ഒരു കുറ്റമൊന്നും കാണുന്നില്ല കേട്ടോ. കാരണം പല സോഴ്സുകളിൽ നിന്നും ഓൺലൈൻ മാധ്യമങ്ങളിൽ നിന്നുമല്ല ഞാൻ അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയ വളർന്നത് അച്ഛന്റെയും അമ്മയുടെയും കൂടെ അല്ല. ലക്ഷ്മിപ്രിയ ജനിച്ച ഉടനെ തന്നെ അമ്മ മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി, അച്ഛനാണെങ്കിലും വേറെ കല്യാണം കഴിച്ചു പോയി. അതോടെ ലക്ഷ്മിപ്രിയക്ക് മാതാപിതാക്കൾ ഇല്ലാതെ അങ്ങനെ ലക്ഷ്മിപ്രിയ വളർന്നത് അച്ഛന്റെ അമ്മയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ മാതാപിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും ആദരവും ഒന്നും ലക്ഷ്മിപ്രിയക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള ഒരാൾ വലുതായി ശേഷം അച്ഛനെയും അമ്മയും തള്ളി പറഞ്ഞതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഞാൻ ലക്ഷ്മിപ്രിയയോടൊപ്പമാണ്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അച്ഛനും അമ്മയും വളർത്താത്തതിന്റെ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ലക്ഷ്മിപ്രിയയുടെ സ്വഭാവത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം അവർ വലുതായതിനു ശേഷം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. എനിവേ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ലക്ഷ്മിപ്രിയക്കെതിരെ ഉഷ ഇട്ട പോസ്റ്റിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഈ പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ പറഞ്ഞ ഉഷ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അതൊന്നുമായിട്ട് കേട്ടോക്കാം. ലക്ഷ്മിക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്നത് ലക്ഷ്മിപ്രിയ രാജിവെക്കുന്ന സമയത്ത് ഉഷാദിനെ അടക്കം വിമർശിച്ചുകൊണ്ടാണ് രാജി. അതിനെതിരെ ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഞാനിട്ടതോ? അത് ലക്ഷ്മിപ്രിയ ഇട്ട പോസ്റ്റിന് ഞാൻ മറുപടി പറഞ്ഞതാണ്. ഇന്നലെ രാത്രി ലക്ഷ്മിപ്രിയ തന്നെ ഞങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് പേഴ്സണലി ഇട്ടതാണ്. അതിന് ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തരം വിവരമില്ലായ്മയ്ക്ക് മറുപടി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ മറുപടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് തന്നെ പൊന്നമ്മ ബാബുവിന് അതേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളുടെ ചില ഗ്രൂപ്പുകളിലേക്കും അവർ ആ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയപ്പോൾ അവർ ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു. അപ്പോൾ എനിക്കതിനൊരു മറുപടി ഇടണമെന്ന് തോന്നി, സത്യാവസ്ഥ എന്താണെന്ന് പറയണമെന്ന് തോന്നി. അത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതത്രേ ഉള്ളൂ. ലക്ഷ്മിപ്രിയ ചുമ്മാ ഒന്ന് പബ്ലിക്കായിട്ട് ഉഷയെ ചൊറിഞ്ഞു, ഉഷ അങ്ങോട്ട് തിരിച്ചും ചൊറിഞ്ഞു, അത്രേ ഉള്ളൂ ഈ പ്രശ്നം. എന്തിനാണ് ലക്ഷ്മിപ്രിയ ഇങ്ങനെ ഓവർ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്? എന്തായാലും അത് അവിടെ കിടക്കട്ടെ. ഇവരെ തമ്മിലുള്ള പ്രശ്നം ഏറെക്കുറെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അമ്മ സംഘടനയിലുള്ള വേറെ 2 വ്യക്തികൾ തമ്മിലുള്ള ഫൈറ്റിലേക്ക് നമുക്ക് വരാം. അത് മറ്റാരുമല്ല, മല്ലിക സുകുമാരൻ വേഴ്സസ് മാല പാർവതി. അത് ഈ പറഞ്ഞ ലക്ഷ്മിപ്രിയ വേഴ്സസ് ഉഷ ഫൈറ്റിന്റെ അത്ര ഇന്റൻസ് അല്ലേ കേട്ടോ, ചെറിയ പ്രശ്നമാണ്. ഇനി ഇവര് തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, നിലവിൽ അമ്മ സംഘടനയിൽ ഇപ്പൊ പല ഗ്രൂപ്പുകളായിട്ടാണ് ഉള്ളത്. അതിൽ പ്രധാനമായും പറയുകയാണെങ്കിൽ അൻസിബയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ്, അതേപോലെ ശ്വേത മേനോനും ലക്ഷ്മിപ്രിയക്കും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു ഗ്രൂപ്പ്. ഇനി ഇതിലൊന്നും പെടാത്ത വേറെ ഗ്രൂപ്പുകളും ഉണ്ട്. ഇതിൽ മല്ലിക സുകുമാരൻ എന്ന് പറയുന്നത് ഏറെക്കുറെ ശ്വേത മേനോൻ ലക്ഷ്മിപ്രിയ സപ്പോർട്ടറാണ്. അത് ഏറെക്കുറെ ശ്വേത മേനോൻ രാജിവെച്ച് ഇറങ്ങി വന്ന സാഹചര്യത്തിൽ മല്ലിക സുകുമാരൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എന്തായാലും ശ്വേത മേനോൻ രാജിവെച്ച സാഹചര്യത്തിൽ മല്ലിക സുകുമാരൻ എന്താണ് പറഞ്ഞെന്നുള്ളത് കേട്ടോക്കാം. ശ്വേത ടോട്ടലി ഉള്ളവേറായിരുന്നു പല കാര്യങ്ങളെ കുറിച്ചും. അല്ല, അതാണ് ശ്വേതയ്ക്ക് പറ്റിയൊരു അബദ്ധം. ശ്വേത കുറച്ച് കൂടുതൽ വിശ്വസിച്ചു പലരെയും, ആ വിശ്വാസം തിരിച്ചു കിട്ടിയില്ല. സ്വാഭാവികമായിട്ടും ശ്വേത അഭിമാനിയാണ് ആളോ അങ്ങനെ വിട്ടുകൊടുക്കാൻ. അംഗത്വം വരെ രാജിവെച്ചിരിക്കുകയാണല്ലേ? അമ്മയിൽ അംഗത്വം വരെ രാജിവെച്ചെന്നാണ് കേൾക്കാൻ അറിയാൻ കഴിഞ്ഞത്. അംഗത്വം പറഞ്ഞു അംഗത്വം എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ കേട്ടത് ഈ അമ്മയിൽ നിന്ന് രാജിവെക്കുന്നത് എന്നുള്ളതേ അറിയുള്ളൂ എനിക്ക്. ഞാൻ പിന്നെ ഈ പറഞ്ഞിട്ട് നമ്മള് എല്ലാവരും കുറ്റം വിട്ടില്ല, കുറ്റമായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും നേരെ പോയാൽ സംഘടനയ്ക്കും കൊള്ളാം, താരങ്ങൾക്കും കൊള്ളാം അല്ലേ? അതെ, ശ്വേത രാജിവെക്കുന്നതിലുപരിയായിട്ട് ബാക്കിയുള്ളവരായിരുന്നു രാജിവെച്ച് കാണിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം. അവരാരും ചെയ്തില്ല, അപ്പോൾ ശ്വേത ചെയ്തു. അല്ല,
എന്തേ പറ്റും? അതാണ് ശ്വേത അടിപൊളിയാണ്, ശ്വേത ഒരു തെറ്റ് ചെയ്തിട്ടില്ല, ബാക്കിയുള്ളവരാണ് തെറ്റ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഇവിടെ മല്ലിക സംസാരിച്ചു വെക്കുന്നത് അല്ലേ. ഈ സംസാരത്തിന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും മല്ലികയ്ക്ക് ഏറെക്കുറെ താല്പര്യം ശ്വേതയോടാണെന്നുള്ളത്. അത് പിന്നെ ഒരു സംഘടന ആകുമ്പോൾ ഓരോരുത്തർക്കും പലരോടും വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടാവല്ലോ, ഇതിന് ആ രീതിയിൽ കണ്ടാൽ മതി. എന്തായാലും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന് പിന്നാലെ മല്ലിക സുകുമാരൻ എന്ത് ചെയ്തെന്ന് അറിയോ? പുള്ളിക്കാരിയും അമ്മ സംഘടനയിലെ അംഗത്വം രാജിവെച്ചു. അതിനുള്ള കാരണമായി പുള്ളിക്കാരി പറഞ്ഞു എന്താണെന്ന് വെച്ചാണെങ്കിൽ അമ്മ സംഘടനയിലെ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ ഈ മല്ലിക സുകുമാരനുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. എന്താണത്? മല്ലിക സുകുമാരൻ അമ്മ സംഘടനയിൽ ഒരു ലൂസ് ടോക്കർ ആണെന്നുള്ള രീതിയിൽ, അഥവാ പരദൂഷണക്കാരിയാണെന്നുള്ള രീതിയിൽ. അതാരും ചോദ്യം ചെയ്തില്ല. അതുകൊണ്ട് തനിക്ക് ഈ സംഘടനയിൽ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മല്ലിക സുകുമാരൻ അമ്മ സംഘടനയിൽ നിന്നും രാജിവെച്ച് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മല്ലിക സുകുമാരൻ തന്റെ മാധ്യമങ്ങളെ കണ്ട് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾക്കറിയാമല്ലോ, മിണ്ടാതെ ഈ പ്രദേശത്തോട് തിരിഞ്ഞോക്കാത്ത എന്നിലാണ് തുടങ്ങുന്നത്. മല്ലിക ചേച്ചി ലൂസ് ടോക്കർ എന്തടിസ്ഥാനത്തിൽ കുക്കു പരമേശ്വരൻ പറഞ്ഞു? ഞാൻ ആ കെട്ടിടമേ കണ്ടിട്ടില്ല. അപ്പോൾ കാണാതെ കേൾക്കാതെ അഭിപ്രായങ്ങൾ പറഞ്ഞ് എല്ലാവരും ഇവിടെ തമ്മിൽ ഒരു സ്വരച്ചേർച്ചയായി. എനിക്ക് പിന്നെ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഞാനത് ആ പ്രായമൊക്കെ കഴിഞ്ഞല്ലോ തുള്ളാനുള്ള. അതെ, അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇതും പറഞ്ഞ് മല്ലിക സുകുമാരൻ അംഗത്വം അങ്ങ് രാജിവെച്ചു. എന്തായാലും രാജിവെച്ചതിന് പിന്നാലെ ഈ പറഞ്ഞ മല്ലിക സുകുമാരൻ എന്ത് ചെയ്തെന്ന് അറിയോ? നേരെ മാതൃഭൂമി ന്യൂസിൽ ഫോൺ വിളിച്ച് ഒരു ചർച്ച നടത്തി. ആ ചർച്ചയിൽ മാലാ പാർവതിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെച്ചു. ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാണെങ്കിൽ മാലാ പാർവതി ശ്വേത മേനോൻ അടങ്ങുന്ന കമ്മിറ്റിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ഒപ്പുശേഖരണം നടത്തി എന്നുള്ളതാണ് പുള്ളിക്കാരുടെ പരാമർശം എന്ന് പറയുന്നത്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. എന്നോട് ചോദിച്ചതാണ്, ചേച്ചി ഒരു നോ കോൺഫിഡൻസ് മോഷൻ വരുന്നുണ്ട്, ചേച്ചി അതിനെ അനുകൂലിക്കുന്നവരുടെ ലിസ്റ്റ് എടുക്കാനായിട്ട് ആരൊക്കെയോ മാലാ പാർവതി ഏൽപ്പിച്ചിരിക്കുന്നതാണ്. ഞങ്ങളുടെ തമ്മിലുള്ള സംസാരത്തിൽ പറഞ്ഞു. അപ്പൊ ഞാനെന്ത് പറഞ്ഞു? ഈ പറയുന്ന രണ്ട് വ്യക്തികളെ മാലയെ കാണുന്നതിന് മുമ്പ് എനിക്കറിയാം, അവരെന്നെ വിളിക്കാൻ പറയുമെന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു. ദൈവത്തെ വിചാരിച്ച് നിങ്ങൾ ഈ അമ്മ സംഘടനയിലെ കാര്യത്തിന് എന്നെ നിങ്ങൾ വിളിക്കരുത്, കാരണം അവസാനം അത് വേറെ പരാതിയായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഓക്കെ, ഇതാണ് മാലാ പാർവതിക്കെതിരെ മല്ലിക സുകുമാരൻ ഉന്നയിച്ച സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ശ്വേത മേനോൻ അടങ്ങുന്ന കമ്മിറ്റിക്കെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാൻ വേണ്ടി ഒപ്പുശേഖരണം നടത്തിയെന്നുള്ളത്. ഈ അവിശ്വാസ പ്രമേയം എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായോ? അതായത് ശ്വേത മേനോൻ അടങ്ങുന്ന കമ്മിറ്റിയുടെ പ്രവർത്തനം പോരാ, എത്രയും പെട്ടെന്ന് അവരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രമേയം. ആ പ്രമേയത്തിൽ മറ്റുള്ളവരെ കൊണ്ട് ഓടി നടന്ന് ഒപ്പിടിപ്പിക്കുകയായിരുന്നു ഈ പറയുന്ന മാലാ പാർവതി എന്നാണ് ഇവിടെ മല്ലിക സുകുമാരൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മാലാ പാർവതി തന്നെ ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അന്ന് കേട്ടോക്കാം. മല്ലിക സുകുമാരൻ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിന് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ മാലാ പാർവതിയാണ്, ഒപ്പുശേഖരണം നടത്തിയത് മാലാ പാർവതിയാണെന്ന് തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ചേച്ചിക്ക് എന്തുവേണേ പറയാം, ചേച്ചി മുതിർന്ന ഒരാളാണ്, ചേച്ചിക്കെതിരെ ഞാനൊരു അക്ഷരം പോലും പറയത്തില്ല. സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ്, ചേച്ചി പറയട്ടെ, അതല്ല ഇപ്പം ഞാൻ എന്താ പറയുന്നത്? എന്ത് വെറുതെ കണക്ക് കാണിക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് ഇറക്കി പോയിട്ട് വന്നു. പിന്നെ അവിടെ ഒരു ആർക്കൊക്കെയാണ് ഇത് തുടരണമെന്ന് ആഗ്രഹമുണ്ടെന്നുള്ളൊരു കൺസെൻസസ് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. കാരണം ലക്ഷ്മിപ്രിയക്കെതിരെ ഒരു ആക്ഷൻ വേണം എന്നുള്ളതിനെക്കുറിച്ച് അഭിപ്രായമുള്ളവർ ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു. ആ വിഷയം ഞാൻ മല്ലിക ചേച്ചിയോട് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ മല്ലിക ചേച്ചി അതിനെ മുഴുവൻ കേൾക്കാതെ ആ സമയത്ത് അമ്മ സംഘടനയിലുള്ളവർ എന്നെ വിളിക്കും, അല്ലെ അങ്ങനെ എന്തോ ചേച്ചി പറഞ്ഞു എന്നാണ്, ഞാനത് കേട്ടില്ല. എന്നോട് പറഞ്ഞത് ഇനി അമ്മ വിഷയം നമുക്ക് ജനറൽ ബോഡിയിൽ അന്ന് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ സിനിമയിൽ അങ്ങനെ മെയിൻ ആളൊന്നും അല്ലല്ലോ. ഞാൻ എന്നെ തന്നെ പറയും, സിനിമയിൽ ഞാനൊരു പെരിഫറി എഫിമറലാണ്, ഒന്ന് ചെറിയ റോളൊക്കെ ചെയ്ത് പോകുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അല്ല മെയിൻ ആളൊന്നുമല്ല. അപ്പം മാലാ പാർവതിക്ക് ഇപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നതെന്നുള്ള ഒരു സാധനം വരുന്നതാണ്. ഇവരെങ്ങനെയാണ് ഇമ്പോർട്ടൻറ്റ്, ഇവരെ സിനിമയെക്കുറിച്ച് പറയാൻ അങ്ങനെ ചേച്ചി പറയുന്നത്. അല്ല, ചേച്ചിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ മാതൃഭൂമിയിലൊക്കെ ചർച്ച ചെയ്ത് സോൾവ് ചെയ്തത്, അതൊരു വിഷയമല്ല. ഓക്കെ, അതാണ് ചെറിയൊരു ഈഗോ പ്രശ്നം, അത്രേ ഉള്ളൂ. എന്തായാലും ഇവര് തന്നെ പരസ്പരം സംസാരിച്ചത് ക്ലിയർ ആക്കിയെന്നാണ് പറയുന്നത്. വളരെ നല്ല കാര്യം. എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് മുട്ടൻ കോമഡിയാണ് അല്ലേ. ഒരു വശത്ത് ലക്ഷ്മി പ്രിയയും ഉഷയും തമ്മിൽ പൊരിഞ്ഞടി, എന്നാൽ മറ്റൊരു വശത്തോ മാലാ പാർവതിയും മല്ലിക സുകുമാരനും തമ്മിൽ ഈഗോ വിഷയം. ഇതിപ്പോ വന്ന് പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരു അടിയായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമോ എന്തോ. എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ലേ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.